ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് നന്ദു. ഇന്ന് നല്ലൊരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനല്ല ഇന്ന് കുക്ക് ചെയ്യുന്നത്, എൻ്റെ ചേട്ടനാണ്. അപ്പം ചേട്ടൻ്റെ വീട്ടിൽ പത്തനംതിട്ട പോയപ്പോഴത്തേക്കും അവിടെ അവർ ചെയ്തപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് ചേട്ടൻ്റെ അമ്മയാണ്. അത് കുറച്ചധികം എല്ലും കുറച്ച് ചതയായിട്ടാണ് ഇത് വാങ്ങുന്നത്. അപ്പോൾ ആ ബീഫെല്ലാം അത് നല്ല വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതൊക്കെ അമ്മയാണ് ചെയ്തത്. അപ്പം അതിന് ശേഷം അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. കുറച്ചധികം ഇത് 2 കിലോ ബീഫാണ്, അതിൻ്റെ അളവാണ്. കുറച്ചധികം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വെളുത്തുള്ളിയും അതിൻ്റെ അടിയിൽ പച്ചമുളകും കൂടെ ഉണ്ട്, അതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 2-3 മീഡിയം സൈസ് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ആവശ്യമുള്ളത്. അതിനുശേഷം നമ്മളൊരു ഉരുളിയിലാണ് വെക്കുന്നത്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായപ്പോഴത്തേക്കും ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലോട്ട് വെളുത്തുള്ളിയും ഞാൻ പറഞ്ഞില്ലേ പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്, അതൊന്ന് മൂത്ത് വരാൻ വേണ്ടി. അവിടെ മിക്കതും വിറകടുപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്താണ് വിറകടുപ്പിൽ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് ഞാനിതിൽ എടുക്കാൻ മറന്നുപോയി. അതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ചേട്ടൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് കുക്കായി കിട്ടും. കാര്യം വേറൊന്നുമല്ല, ഇത് അടുപ്പിലായതുകൊണ്ട് ഒരേ ഫോഴ്സിൽ തീ പോകുന്നതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. അതിനുശേഷം നല്ല വൃത്തിയായിട്ട് ചേട്ടൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴണ്ടി കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അടുപ്പിൽ വെച്ചതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു, ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റായിരുന്നു. അതിനുശേഷം അതൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് വാടിക്കിട്ടി. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് വാടിക്കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിന് ശേഷം അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ അളവ് ഏകദേശം ഒരു അളവൊക്കെയാണ് ചേട്ടൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനത് പറയുന്നില്ല. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ പൊടി നിങ്ങളുടെ അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് 4 ടേബിൾ സ്പൂണോളം. പക്ഷേ മല്ലിപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചേട്ടൻ. മുളക് പൊടി കുറച്ചിടുന്നേ ഉള്ളൂ, മല്ലിപ്പൊടിയാണ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഉള്ളത് മഞ്ഞൾപ്പൊടി, ഇത്രയാണ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒന്നും ചേട്ടൻ ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് എല്ലും കഷ്ണമായിട്ടുള്ളത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല വൃത്തിയായിട്ട് ശകലം വെള്ളവും കൂടെ ചേട്ടൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വിറക് അടുപ്പിലായതുകൊണ്ട് ഏകദേശം ഒരു 1/4 മണിക്കൂറോളം എടുത്തു അത് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി. ഇതേ പ്രോസസ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലൊന്ന് ചെയ്താൽ മതി. ഒരു 5-6 വിസിൽ കേൾപ്പിച്ചാൽ ഇത് ഓൾമോസ്റ്റ് വെന്ത് കിട്ടും. ഇതിപ്പം വിറക് അടുപ്പിലായതുകൊണ്ട് അതിൽ വെച്ച് വേവിച്ചെടുക്കുന്നു, അത്രയേ ഉള്ളൂ. നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 1/4 മണിക്കൂറോളം അതിലിരുന്ന് വെന്തോളും. അപ്പോഴേക്കും നമുക്ക് കപ്പ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അവിടെ ഇങ്ങനെ വെള്ളത്തിൽ ഉപ്പിട്ട് അത് തിളച്ചതിന് ശേഷം കപ്പ ഇതുപോലെ കൊത്തി അരിഞ്ഞാണ് ഇടുന്നത്. നമ്മളാണെങ്കിൽ അരിഞ്ഞാണ് ഇടുന്നത്. ഇതവിടെ ഒരു കൊത്തിയാണ് അരിഞ്ഞിടുന്നത്. അതിനുശേഷം അതൊന്ന് തിളച്ച് അതൊന്ന് വെന്ത് വരട്ടെ. അപ്പം നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം. അപ്പം വെന്ത് വരുന്നതിന് ഇടയിൽ ചേട്ടൻ അടുത്ത പ്രോസസ്സിങ് തുടങ്ങി. അത് ഗ്യാസ് അടുപ്പിലാണ് ചെയ്തത്. ഇത് നമ്മൾ സാധാരണ വിറകടുപ്പിൽ തന്നെയാണ് ചെയ്തത്. അടുത്ത പ്രോസസ്സിങ് ഗ്യാസ് അടുപ്പിലാണ്. അപ്പം അത് ചെറിയൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് നമ്മുടെ പച്ചത്തേങ്ങ ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലോട്ട് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ. ഇതെല്ലാം ചേട്ടൻ്റെ റെസിപ്പിയാണ്, സ്വന്തം റെസിപ്പിയാണ്. അപ്പം എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ അവിടെ നിന്നപ്പം ഞാൻ ചെയ്യുന്നുണ്ട്, വന്ന് വീഡിയോ ഇട് എന്ന് പറഞ്ഞ് എല്ലാ സമയത്തും വന്ന് വിളിച്ച് എന്നെക്കൊണ്ട് വീഡിയോ എടുപ്പിച്ച ഒരാളാണ്. എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ചേട്ടൻ തരണത്. ചേച്ചിയും കാട്ടി കൂടുതൽ ചേട്ടനാണ് സപ്പോർട്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ കപ്പ വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചേട്ടനാണ് ചെയ്തത് കേട്ടോ. ഞാൻ ജസ്റ്റ് ക്യാമറ പിടിച്ചു, അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ ബീഫ് അത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മാറ്റി വെച്ചിട്ട് അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതിന് ശേഷം വീണ്ടും അടുപ്പിലോട്ട് അത് വെച്ചതിന് ശേഷം നമ്മുടെ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയില്ലേ, അതൊന്ന് അതിൻ്റെ പുറത്തോടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട്
അതിലോട്ട് നമ്മൾ ഇപ്പം വറുത്തെടുത്തില്ലേ തേങ്ങയും കറിവേപ്പിലയും കൂടെ, അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബീഫും നല്ലതായിരിക്കണം, കപ്പയും അതുപോലെ നല്ല കപ്പയായാൽ മാത്രമേ നല്ല അടിപൊളി കപ്പ ബിരിയാണി കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കപ്പ വേവാതിരുന്നാൽ അതിലൊരു ടേസ്റ്റും കിട്ടത്തില്ല. കപ്പ നല്ല കപ്പയായിരിക്കും, അതുപോലെ ടേസ്റ്റുള്ള ബീഫും ആയിരിക്കണം. എങ്കിൽ അടിപൊളിയായിട്ടുള്ള കപ്പ ബിരിയാണി റെഡിയായിട്ടുണ്ട്, നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഞാനത് അഭിപ്രായം ചേട്ടനും അറിയിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.